ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ ദേവസ്വം ബോർഡിന്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതും അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് OA ആയിക്കോട്ടെ, ലാബ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഇനി വരാൻ വേണ്ടി പോകുന്ന ഏതൊരു പരീക്ഷയായാലും വളരെ ഇമ്പോർട്ടന്റോടെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ISROയും ബഹിരാകാശ നേട്ടങ്ങളും. ഇന്ന് നമ്മൾ ISROയും ബഹിരാകാശ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഏതാണ്? ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ചോദിച്ചാൽ അത് ഇൻകോസ്പാർ ആണ്. അതായത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ്, ഇൻകോസ്പാർ ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി എന്ന് പറയുന്നത്. വർഷം 1962 ആണ്. 1962 അതായത് ഇൻകോസ്പാർ സ്ഥാപിതമായത് ചോദിച്ചാൽ 1962 ഫെബ്രുവരി മാസം. മറ്റൊരു ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ടേൾസ് എന്നാണ് ഇതിന്റെ പേര്. തുമ്പയിലാണ്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നാണ് പേര്. ഇത് സ്ഥാപിച്ചത് ഇൻകോസ്പാർ ആണ്. ഇൻകോസ്പാർ ആണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ചോദിച്ചാൽ തുമ്പയാണ്. മറ്റൊന്ന്, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ കീഴിലായ വർഷം ചോദിച്ചാൽ 1972. 1972 എന്താണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ കീഴിലായത്. അതായത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, നമ്മളെ VSSC എന്ന് പറയും. VSSCയുടെ കീഴിലേക്ക് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വന്നത് 1972. മറ്റൊന്ന്, ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ചോദിച്ചാൽ ഉത്തരം തിരുവനന്തപുരത്തെ തുമ്പയാണ്. തുമ്പ തിരുവനന്തപുരം ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക. ചോദ്യം എങ്ങനെയായിരുന്നു? ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. മറ്റൊന്ന്, തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റ് ഏതാണ്? തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റ് ചോദിച്ചാൽ അത് നൈക് അപ്പാച്ചെ. ഏതാണ്? നൈക് അപ്പാച്ചെ റോക്കറ്റ് ആണ് തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ റോക്കറ്റ് എന്ന് പറയുന്നത്. അതിന്റെ വർഷം ഓർക്കുക, 1963 ആണ്. 1963 നവംബർ 21. 1963 നവംബർ 21 തുമ്പയിൽ നിന്ന് നൈക് അപ്പാച്ചെ എന്ന റോക്കറ്റ് ആദ്യമായി വിക്ഷേപിക്കപ്പെട്ടത്. ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ റോക്കറ്റ്, അതായത് സൗണ്ടിങ് റോക്കറ്റ് ചോദിച്ചാൽ അത് RH-75. 1967 RH-75 എന്നാണ് അതിന്റെ പേര്. മറ്റൊന്ന്, തുമ്പയിൽ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ സ്ഥാപിച്ച വർഷമാണ്. അതായത് SSTC, സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ. അത് സ്ഥാപിച്ചിരിക്കുന്നത് തുമ്പയിലാണ്. 1965 ജനുവരി 1. 1965 ജനുവരി 1 SSTC, അതായത് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ തുമ്പയിൽ സ്ഥാപിച്ചത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ UNOക്ക് സമർപ്പിച്ച വർഷം ചോദിച്ചാൽ 1968 ഫെബ്രുവരി 2. 1968 ഫെബ്രുവരി 2 തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ UNOക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ചോദിച്ചാൽ തുമ്പയാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ചോദിച്ചാൽ അത് ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സാറ്റലൈറ്റ് ആണ്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? അത് ശ്രീഹരിക്കോട്ടയിലാണ്. മനസ്സിലാക്കുക, ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രമായ വീലർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ചാന്ദിപൂരിലാണ്. ഒഡീഷയിലെ ചാന്ദിപൂരിലാണ് ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രമായ വീലർ ദ്വീപ്. ഏതാണ്? വീലർ ദ്വീപാണ് ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം. അത് ഒഡീഷയിലെ ചാന്ദിപൂരിലാണ്. ഈ വീലർ ദ്വീപ് ഇപ്പോൾ അറിയപ്പെടുന്ന പേര്, അല്ലെങ്കിൽ നിലവിൽ അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് വീലർ ദ്വീപ് ഇപ്പോൾ അറിയപ്പെടുന്നത്. മറ്റൊന്ന്, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, നമ്മൾ ISROയിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO, അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ISRO.
എന്താണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം? ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO എന്ന് മനസ്സിലാക്കുക. ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15-ലാണ്. 1969 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ISRO സ്ഥാപിതമാകുന്നത്. ആസ്ഥാനം ചോദിച്ചാൽ അന്തരീക്ഷ ഭവൻ ബംഗളൂരു. ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനാണ് ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബംഗളൂരു. സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15. 1969 ഓഗസ്റ്റ് 15. മറ്റൊന്ന് മനസ്സിലാക്കുക, 1972 വരെ ISRO പ്രവർത്തിച്ചിരുന്നത് ഏത് വകുപ്പിന്റെ കീഴിലാണ് എന്ന് ചോദിച്ചാൽ ആണവോർജ വകുപ്പിന്റെ കീഴിലാണ്. 1972 വരെ ആണവോർജ വകുപ്പിന്റെ കീഴിലാണ് ISRO പ്രവർത്തിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുക. ആണവോർജ വകുപ്പിന്റെ കീഴിലായിരുന്ന ISRO ബഹിരാകാശ വകുപ്പിന്റെ കീഴിലായ വർഷം ചോദിച്ചാൽ 1972 സെപ്റ്റംബർ ആണ്. 72 വരെ ആണവോർജ വകുപ്പിന്റെ കീഴിലായിരുന്നു. എന്നാൽ 72 സെപ്റ്റംബറോടെ എന്തായി? ബഹിരാകാശ വകുപ്പിന്റെ കീഴിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇനി ISRO സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1972 ആണ്. ISRO സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിതമായ വർഷം 1972. അതുപോലെ സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ എക്സ്പെരിമെന്റ് പ്രൊജക്ട് സ്റ്റെപ്പ് നടപ്പാക്കിയ വർഷം 1977 ജനുവരി 1 മുതൽ 1979 ജനുവരി 1 വരെ. സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ എക്സ്പെരിമെന്റ് പ്രൊജക്ട് ആണ്. അത് 1977 ജനുവരി 1 മുതൽ 1979 ജനുവരി 1 വരെയാണ് നടപ്പാക്കിയത്. ISROയുടെ ലോഗോയിലെ നിറങ്ങളാണ് ഓറഞ്ചും നീലയും. ISROയുടെ ലോഗോയിലെ നിറങ്ങൾ ചോദിച്ചാൽ ഓറഞ്ചും നീലയുമാണ് എന്ന് മനസ്സിലാക്കുക. ഓറഞ്ച്, നീല. മറ്റൊന്ന്, ISRO ലോക ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ 4 മുതലാണ് എന്ന് മനസ്സിലാക്കുക. ഒക്ടോബർ 4 മുതൽ 10 വരെ ISRO ലോക ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു. ഇനി നമ്മൾ വിക്രം സാരാഭായിയെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. അതുപോലെ ISROയുടെ ആദ്യത്തെ ചെയർമാൻ കൂടിയാണ് വിക്രം സാരാഭായ്. ISROയുടെ ആദ്യ ചെയർമാൻ ചോദിച്ചാൽ ഉത്തരം വിക്രം സാരാഭായ്. വിക്രം സാരാഭായിയുടെ ജന്മദേശം ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ്. അപ്പോ വിക്രം സാരാഭായിയെ കുറിച്ച് നോക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ISROയുടെ ആദ്യത്തെ ചെയർമാനാണ്. ജന്മദേശം ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ്. അതുപോലെ ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. 1966 പത്മഭൂഷണും 72 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട്. 66 പത്മഭൂഷൺ, 72 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രത്തിന് ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം ലഭിച്ചത് 1962-ലാണ്. അഹമ്മദാബാദിലെ വിക്രം സാരാഭായ് റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി സേവനമനുഷ്ഠിച്ച ശാസ്ത്രജ്ഞൻ കൂടിയാണ് വിക്രം സാരാഭായ്. ഓർക്കുക, വിക്രം സാരാഭായ് റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. വിക്രം സാരാഭായ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിലാണ്. അവിടുത്തെ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി സേവനമനുഷ്ഠിച്ച ശാസ്ത്രജ്ഞൻ കൂടിയാണ് വിക്രം സാരാഭായ് എന്നത്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്നിവയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് വിക്രം സാരാഭായ്. ഓക്കെ, ഒന്നുകൂടി നോക്കുക. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ ഗവേഷണ കേന്ദ്രം എന്നിവയുടെ ശില്പി എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ കൂടിയാണ് വിക്രം സാരാഭായ്. അതുപോലെ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമാക്കാൻ പ്രവർത്തിച്ച ആളുകളാണ് വിക്രം സാരാഭായിയും ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമാകാൻ പ്രവർത്തിച്ചവരാണ് ജവഹർലാൽ നെഹ്റുവും വിക്രം സാരാഭായും. 1971-ലാണ് വിക്രം സാരാഭായ് അന്തരിക്കുന്നത്. 1971 അന്തരിച്ചു. ഓക്കെ, അടുത്തത് എപ്പോഴാണ് ഇന്ത്യയിൽ റിമോട്ട് സെൻസിംഗ് ദിനം എന്ന് ചോദിച്ചാൽ അത് ആഗസ്റ്റ് 12-ആണ്. ആഗസ്റ്റ് 12-ആണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം. വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12-ആണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നത്. മറ്റൊന്ന്, ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസി ഏതാണ്? അത് VSC ആണ്.
VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ് ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസി എന്ന് പറയുന്നത്. അതായത് റോക്കറ്റുകൾ നിർമ്മിക്കുക എന്ന ഉത്തരവാദിത്തമുള്ള ഒരു ഏജൻസിയാണ് VSSC അല്ലെങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. അപ്പോൾ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസി VSSC ആണ്. ഈ VSSCക്കാണ് റോക്കറ്റുകൾ നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കുക. ഇവരുടെ ഏറ്റവും വലിയത് റോക്കറ്റുകൾ നിർമ്മിക്കുക എന്നതാണ്. VSSCയുടെ ആസ്ഥാനം എവിടെയാണ്? നമ്മൾ പറഞ്ഞു തിരുവനന്തപുരത്തെ തുമ്പയിലാണ് VSSCയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം നമ്മൾ പറഞ്ഞു ശ്രീഹരിക്കോട്ടയാണ്. അതിന്റെ പേരാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ഇത് പ്രവർത്തനം ആരംഭിച്ചത് 1971 1971 സതീഷ് ധവാൻ സ്പേസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിനടുത്തുള്ള ബംഗാൾ ഉൾക്കടലിൽ. ജില്ല ചോദിച്ചാൽ നെല്ലൂർ ജില്ലയിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ബംഗാൾ ഉൾക്കടലിലായിട്ടാണ് ഈ ഒരു ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രത്യേകതയോടെ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ശ്രീഹരിക്കോട്ടയിലെ ഈ ഒരു സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നതും ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നതുപോലെ ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നതും ശ്രീഹരിക്കോട്ട തന്നെ. അതുപോലെ ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നാണ്. ഓക്കെ, അതായത് ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് ശ്രീഹരിക്കോട്ട റേഞ്ച്. അപ്പൊ 1971 പ്രവർത്തനം ആരംഭിച്ചത്. ആന്ധ്രാപ്രദേശിലാണ്, നെല്ലൂർ ജില്ലയിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ് പേര്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നും ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നും ശ്രീഹരിക്കോട്ട അറിയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് നൽകിയ വർഷം ചോദിച്ചാൽ അത് 2002 2002 ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് നൽകിയത്. ഈ ഒരു പേര് നൽകിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആണ്. ആരാണ്? AB വാജ്പേയി. അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ് ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന് നൽകുന്നത്. മറ്റൊന്ന്, ഈ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ചോദിച്ചാൽ അതാണ് രോഹിണി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം അത് രോഹിണിയാണ്. ഓക്കെ, രോഹിണി. ഇനി കൃത്രിമ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുക എന്നത് ഏത് അനുബന്ധ ഏജൻസിയുടെ കടമയാണ് എന്ന് ചോദിച്ചാൽ അത് ISRO സാറ്റലൈറ്റ് സെന്ററിന്റെ കടമയാണ്. അതായത് കൃത്രിമ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ISRO സാറ്റലൈറ്റ് സെന്ററിന്റെ കടമ എന്ന് പറയുന്നത്. ISRO സാറ്റലൈറ്റ് സെന്റർ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് UV റാവു സാറ്റലൈറ്റ് സെന്റർ എന്നാണ്. UV റാവു സാറ്റലൈറ്റ് സെന്റർ. അതായത് ISROയുടെ സാറ്റലൈറ്റ് സെന്റർ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് UV റാവു സാറ്റലൈറ്റ് സെന്റർ. 1972 സ്ഥാപിതമായത്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ ബംഗളൂരുവിലാണ്. ബംഗളൂരുവിലാണ് UV റാവു സാറ്റലൈറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഇതിന്റെ ചുമതല. ഓക്കെ, മറ്റൊന്ന്, ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അറിയപ്പെടുന്നത് ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നാണ്. കടിച്ച തൊട്ടിൽ. അപ്പോൾ ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്. ഇത് 1947 സ്ഥാപിതമായതാണ്. 1947 ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായത്. അത് അഹമ്മദാബാദിലാണ്, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സ്ഥാപിതമായത് എന്ന് നോക്കുക. ISROയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളുടെ പ്രധാന പഠന കേന്ദ്രമാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ISROയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളുടെ പ്രധാന പഠന ഗവേഷണ കേന്ദ്രം ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി IIST ഉദ്ഘാടനം ചെയ്തത് G മാധവൻ നായരാണ്. ആരാണ്? G മാധവൻ നായർ. 2007 സെപ്റ്റംബർ 14 ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 2007 സെപ്റ്റംബർ 14 എവിടെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ വലിയമലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വലിയമലയിലാണ് ഈ ഒരു IIST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഉദ്ഘാടനം ചെയ്തത്. ഇതൊരു കൽപ്പിത സർവകലാശാലയാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊരു കൽപ്പിത സർവകലാശാലയാണ്.
ആരാണ് IISTയുടെ പ്രഥമ വൈസ് ചാൻസലർ അല്ലെങ്കിൽ പ്രഥമ ചാൻസലർ എന്ന് ചോദിച്ചാൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രഥമ ചാൻസലർ ആണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. മറ്റൊന്ന് ബഹിരാകാശ ശാസ്ത്രം അതുപോലെ ബഹിരാകാശ സാങ്കേതിക വിദ്യ എന്നിവയിൽ ബഹിരാകാശ ശാസ്ത്രം ബഹിരാകാശ സാങ്കേതിക വിദ്യ എന്നിവയിൽ ബിരുദാനന്തര കോഴ്സുകൾ ഗവേഷണ പഠനങ്ങൾ നടത്തുക എന്നതാണ് IISTയുടെ ധർമ്മം എന്ന് പറയുന്നത്. മറ്റൊന്ന് ബഹിരാകാശ പര്യവേഷണത്തെ കുറിച്ചുള്ള പദ്ധതി രേഖ തയ്യാറാക്കുക എന്ന കടമ നിർവഹിക്കുന്ന ഏജൻസി ഏതാണ്? ബഹിരാകാശ പര്യവേഷണത്തെ കുറിച്ചുള്ള പദ്ധതി രേഖ തയ്യാറാക്കുക എന്ന കടമ നിർവഹിക്കുന്ന ഏജൻസിയാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ. ഏതാണ്? സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ. ഇത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇത് അഹമ്മദാബാദിലാണ്. 1972 സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ സ്ഥാപിതമാകുന്നത്, രൂപീകരിക്കുക. സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ എവിടെയാണ്? അഹമ്മദാബാദിലാണ്. 1972 ബഹിരാകാശ പര്യവേഷണത്തെ കുറിച്ചുള്ള പദ്ധതി രേഖ തയ്യാറാക്കുകയാണ് പ്രധാന കടമ. അതുപോലെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങളുടെയും IRS ഉപഗ്രഹങ്ങളുടെയും നിർമ്മാണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏജൻസി കൂടിയാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളുടെയും IRS ഉപഗ്രഹങ്ങളുടെയും നിർമ്മാണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏജൻസിയാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ. മറ്റൊന്ന് ISROയുടെ വാണിജ്യ സ്ഥാപനം ചോദിച്ചാൽ അത് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ്. ISROയുടെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ. 1992 സെപ്റ്റംബർ 28 ഇത് നിലവിൽ വരുന്നത്. 1992 സെപ്റ്റംബർ 28 ഇതിന്റെ ആസ്ഥാനം ബംഗളൂരു തന്നെയാണ്. ആൻഡ്രിക്സ് കോർപ്പറേഷന്റെ ആസ്ഥാനം ബംഗളൂരു തന്നെയാണ്. 1956 കമ്പനീസ് ആക്ട് പ്രകാരമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ നിലവിൽ വന്നിരിക്കുന്നത്. അതായത് മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹം വിക്ഷേപിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹം വിക്ഷേപിക്കുകയാണ്. മറ്റൊന്ന് ഇന്ത്യയുടെ സൗര നിരീക്ഷണാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദിലാണ്. ഇന്ത്യയുടെ സൗര നിരീക്ഷണാലയം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ് എന്ന് മനസ്സിലാക്കുക. ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന കർണാടകയിലെ ഹാസനിൽ സ്ഥിതി ചെയ്യുന്ന ISROയുടെ അനുബന്ധ ഏജൻസിയാണ് മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി, MCF എന്ന് പറയും. അതായത് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന കർണാടകയിലെ ഹസനിൽ സ്ഥിതി ചെയ്യുന്ന ISROയുടെ അനുബന്ധ ഏജൻസിയാണ് മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി, MCF. ഓക്കെ, ഉപഗ്രഹങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. ഈ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലെ ഹസനിലാണ്. ഇന്ത്യയുടെ സൗര നിരീക്ഷണാലയം എവിടെയാണ്? അത് അഹമ്മദാബാദിലാണ്. അതുപോലെ ISROയുടെ സാറ്റലൈറ്റ് സെന്റർ എവിടെയാണ്? അത് ബംഗളൂരു. ISRO സാറ്റലൈറ്റ് സെന്റർ ബംഗളൂരു. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരിലും തിരുവനന്തപുരത്തും. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ബംഗളൂരിലും തിരുവനന്തപുരത്തും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇന്ത്യയുടെ ആദ്യ ഇൻ ഓർബിറ്റ് സ്പേസ് ഡബ്രിസ് മോണിറ്ററിംഗ് ആൻഡ് ട്രാക്കിംഗ് സിസ്റ്റം വികസിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ദിഗന്തര റിസർച്ച് ആൻഡ് ടെക്നോളജി. ദിഗന്തര റിസർച്ച് ആൻഡ് ടെക്നോളജി എന്ന്. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ഇൻ ഓർബിറ്റ് സ്പേസ് ഡെബ്രിസ് മോണിറ്ററിംഗ് ആൻഡ് ട്രാക്കിംഗ് സിസ്റ്റം വികസിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ദിഗന്തര റിസർച്ച് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അതുപോലെ ISROയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ റീജിയണൽ അക്കാഡമിക് സെന്റർ ഫോർ സ്പേസ്, റീജിയണൽ അക്കാഡമിക് സെന്റർ ഫോർ സ്പേസ് RACS നിലവിൽ വന്ന സംസ്ഥാനം കർണാടകയാണ്. ISROയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ അക്കാഡമിക് സെന്റർ ഫോർ സ്പേസ് നിലവിൽ വന്നിരിക്കുന്നത് കർണാടകയിലാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ISROയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേന്ദ്രം ചോദിച്ചാൽ അത് ഇൻസ്പേസ് ആണ്. അതായത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ISROയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേന്ദ്രമാണ് ഇൻസ്പേസ്. ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ എന്നാണ് അതിന്റെ പേര്. അതുപോലെ ISROയുടെ ആസ്ട്രോനോട്ട് ട്രെയിനിങ് ഹബ്ബ് നിലവിൽ വരുന്നത് ബംഗളൂരുവിലെ ചല്ലക്കരയിലാണ്. ISROയുടെ ആസ്ട്രോനോട്ട് ട്രെയിനിങ് ഹബ്ബ് നിലവിൽ വരുന്നത് ചല്ലക്കര, ബംഗളൂരു. എവിടെയാണ്? ബംഗളൂരുവിലെ ചല്ലക്കര. ISROയുടെ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ സെന്റർ. ISROയുടെ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ സെന്റർ നിലവിൽ വന്ന നഗരം ബംഗളൂരു ആണ്. ഏതാണ്? ബംഗളൂരു ആണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് ISROയുടെ ടെക്നിക്കൽ ലൈസൺ യൂണിറ്റ് നിലവിൽ വരുന്ന രാജ്യമാണ് റഷ്യ. റഷ്യയിലെ മോസ്കോയിലാണ് ISROയുടെ ടെക്നിക്കൽ ലൈസൺ യൂണിറ്റ് നിലവിൽ വരുന്ന രാജ്യമാണ് റഷ്യ, മോസ്കോ. വിക്രം സാരാഭായ് ചിൽഡ്രൻസ് ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. വിക്രം സാരാഭായ് ചിൽഡ്രൻസ് ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്ത്.
മറ്റൊന്ന്, ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് ബഹിരാകാശ യാത്ര നടത്തിയത് 2021 ജൂലൈ 20-നാണ്. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ് ബഹിരാകാശ യാത്ര നടത്തിയത് 2021 ജൂലൈ 20-ന്. വിക്ഷേപണ വാഹനം ചോദിച്ചാൽ ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡ് ആണ്. ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡിലാണ് യാത്ര നടത്തിയത്. ബഹിരാകാശ സംഘത്തിലെ അംഗങ്ങളാണ് ജെഫ് ബെസോസ് ഉണ്ട്, അതുപോലെ മാർക്ക് ബെസോസ്, ജെഫ് ബെസോസിന്റെ സഹോദരനായ മാർക്ക് ബെസോസ്, ഒലിവർ ഡീമൻ, വാലി ഫങ്ക് എന്നിവരാണ്. ജെഫ് ബെസോസ്, മാർക്ക് ബെസോസ്, ഒലിവർ ഡീമൻ, വാലി ഫങ്ക്. ബഹിരാകാശത്ത് ഒരുമിച്ച് യാത്ര ചെയ്ത ആദ്യത്തെ സഹോദരങ്ങളാണ് ജെഫ് ബെസോസും മാർക്ക് ബെസോസും. ജെഫ് ബെസോസും മാർക്ക് ബെസോസും. ആദ്യമായാണ് പൈലറ്റ് ഇല്ലാതെ സാധാരണക്കാരുടെ സംഘം ബഹിരാകാശ യാത്ര നടത്തി തിരിച്ചെത്തുന്നത്. വെറും 10 മിനിറ്റ് മാത്രം നീണ്ട അതിവേഗ ബഹിരാകാശ യാത്രയാണ്. ബഹിരാകാശ യാത്ര നടത്തുന്ന പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഒലിവർ ഡീമൻ. 18 വയസ്സാണ് ഒലിവർ ഡീമൻ ഉണ്ടായിരുന്നത്. അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ബഹിരാകാശ നടത്തുന്ന വ്യക്തിയാണ് ഒലിവർ ഡീമൻ എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, പേലോഡുകൾ, ബഹിരാകാശ യാത്രികർ, ഉപഭോക്താക്കൾ എന്നിവരെ ബഹിരാകാശ യാത്രയിൽ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതിനുള്ള സബോർബിറ്റൽ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ലൈസൻസ് ലഭിച്ച ആദ്യ വാണിജ്യ വാഹനമാണ് ന്യൂ ഷെപ്പേർഡ് എന്ന് പറയുന്നത്. പേലോഡുകൾ ബഹിരാകാശ യാത്രികർ, ഉപഭോക്താക്കൾ എന്നിവരെ ബഹിരാകാശ യാത്രയിൽ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതിനുള്ള സബോർബിറ്റൽ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ലൈസൻസ് ലഭിച്ച ആദ്യത്തെ വാണിജ്യ വാഹനമാണ് ന്യൂ ഷെപ്പേർഡ് എന്ന് പറയുന്നത്. അതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ സമ്പൂർണ്ണ സ്വകാര്യ ദൗത്യമാണ് ആക്സിയം മിഷൻ 1 AX-1. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ സമ്പൂർണ്ണ സ്വകാര്യ ദൗത്യം ചോദിച്ചാൽ ആക്സിയം മിഷൻ 1 എന്നതാണ്. ലോകത്തിലാദ്യമായി ശാരീരിക വൈകല്യമുള്ളവരെ ബഹിരാകാശ യാത്രയ്ക്ക് അയക്കാൻ തീരുമാനിച്ച ബഹിരാകാശ ഏജൻസിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. ലോകത്തിലാദ്യമായി ശാരീരിക വൈകല്യമുള്ളവരെ ബഹിരാകാശ യാത്രയ്ക്ക് അയക്കാൻ തീരുമാനിച്ച ബഹിരാകാശ ഏജൻസിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. മറ്റൊന്ന്, ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യമായി ISROയുമായി കരാറിലേർപ്പെട്ട സ്വകാര്യ സ്ഥാപനമാണ് സ്കൈ റൂട്ട് എയറോസ്പേസ്. ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള സ്പേസ് സ്റ്റാർട്ടപ്പ് ആണ് സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന് പറയുന്നത്. അതായത് ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യമായി ISROയുമായി കരാറിലേർപ്പെട്ട സ്ഥാപനമാണ് സ്കൈ റൂട്ട് എയറോസ്പേസ്. ISROയുടെ 3ാമത് റോക്കറ്റ് ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ള കുലശേഖര പട്ടണത്താണ്. ISROയുടെ 3ാമത്തെ റോക്കറ്റ് ലോഞ്ച് പാഡാണ് കുലശേഖര പട്ടണത്തിൽ നിലവിൽ വരുന്നത്. അതുപോലെ ISROയുടെ 2ാമത്തെ സ്പേസ് പോർട്ട് നിലവിൽ വരുന്നത് കുലശേഖര പട്ടണത്താണ്. ISROയുടെ 2ാമത് സ്പേസ് പോർട്ട് നിലവിൽ വരുന്നത് കുലശേഖര പട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ടെക് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യ സ്പേസ് ടെക് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. മറ്റൊന്ന്, നിലവിലെ ISRO ചെയർമാൻ ചോദിച്ചാൽ ഡോക്ടർ വി നാരായണനാണ്. ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. മുൻ ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ആയിരുന്നു. മലയാളിയായ ഡോക്ടർ സോമനാഥ് ആയിരുന്നു മുൻ ISRO ചെയർമാൻ. അതായത് ISRO ചെയർമാൻ പദവിയിലെത്തുന്ന 5ാമത്തെ മലയാളിയാണ് ഡോക്ടർ എസ് സോമനാഥ്. ISROയുടെ ചെയർമാൻ പദവിയിലെത്തുന്ന 5ാമത്തെ മലയാളി. അപ്പൊ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മലയാളി ആദ്യം തന്നെ 2ാമത്തെ ചെയർമാൻ കൂടിയാണ്. അത് പ്രൊഫസർ MGK മേനോൻ, ഡോക്ടർ K കസ്തൂരിരംഗൻ, G മാധവൻ നായർ, ഡോക്ടർ K രാധാകൃഷ്ണൻ, S സോമനാഥ് എന്നിവരാണ്. അതായത് 5 മലയാളികളാണ് ISROയുടെ ചെയർമാൻ പദവിയിലെത്തിയിട്ടുള്ളത്. ആ 5 പേരിൽ 1ാമത്തെ ആൾ പ്രൊഫസർ MGK മേനോനും, 2ാമത്തെ ആൾ K കസ്തൂരിരംഗൻ, 3 G മാധവൻ നായർ, 4 ഡോക്ടർ K രാധാകൃഷ്ണൻ, 5 S സോമനാഥ് എന്നിവരാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ISRO ചെയർമാനൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഇത്രയും വസ്തുതകളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പാർട്ട് കൂടി നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലുള്ള ദേവസ്വം ബോർഡിന്റെ ക്ലാസ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ 3ാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ കാണുന്ന 7306662334 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ ബാച്ചിന് വേണ്ടി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. 600 രൂപയാണ് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. അതുപോലെ PDF നോട്ടുകളുണ്ട്, സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് തന്നെയായിരിക്കും പോവുക. എക്സാമിന് മുന്നേ നമ്മൾ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്